നമസ്കാരം. അഗ്നി നക്ഷത്രങ്ങളുടെ പ്രത്യേകതകൾ, രഹസ്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അഗ്നി നക്ഷത്രങ്ങൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ ആ വീടുകളിൽ സംഭവിക്കുന്നതാണ്. അത് എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ അറിയാം. പരാമർശിക്കുന്നത് പൊതുഫലപ്രകാരമാണ്. അതിനാൽ ജാതകപ്രകാരം ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതുമാകുന്നു. ആദ്യം അഗ്നി നക്ഷത്രങ്ങൾ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം എന്നീ നക്ഷത്രക്കാരാണ് അഗ്നി നക്ഷത്രങ്ങൾ. അഗ്നി നക്ഷത്രക്കാർ പൊതുവെ സ്വതന്ത്ര ചിന്ത ഉള്ളവരാണ്. സ്വതന്ത്രമായി ചിന്തിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നവരാണ് ഇവർ. എന്നാൽ ചില സമയങ്ങളിൽ ഇവരുടെ സ്വതന്ത്രമായ ചിന്താഗതികൾ പലപ്പോഴും തടയപ്പെടുന്നതാണ്. വേണ്ടപ്പെട്ടവരിൽ നിന്നും പലപ്പോഴും ഇവർക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. ആരുടെയും കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നവരല്ല ഇവർ. എന്നാൽ മറ്റുള്ളവർ ഇവരുടെ പല കാര്യങ്ങളിൽ ഇടപെടുകയും അതിവർക്ക് പിന്നീട് ദോഷമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ആരും ഇവരെ ഭരിക്കുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാൽ പലപ്പോഴും അത് സംഭവിക്കുന്നു. ജീവിതത്തിൽ ഇവർക്ക് ഇഷ്ടപ്പെടാത്തതായ ഈ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് വാസ്തവം. ആരും ഇവരെ ഭരിക്കുന്നത് ഇവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാൽ പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. പല കാര്യങ്ങൾക്കും മറ്റുള്ളവർ ഇവരെ ഭരിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. കുറ്റപ്പെടുത്തിയാൽ ഇവർ പെട്ടെന്ന് പ്രതികരിക്കുകയാണ്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ഇടത്ത് തന്നെ പറയുന്നവരാണ് ഇവർ. തന്മൂലം പല ബന്ധങ്ങളിലും വിള്ളൽ വീഴുകയോ അല്ലെങ്കിൽ ആ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത വിധം ശിഥിലമായി പോയിട്ടുണ്ട് എന്ന് തന്നെ പരാമർശിക്കാം. മുഖത്തു നോക്കി കാര്യങ്ങൾ പറയുന്നവർ തന്നെയാണ് ഇവർ. അതിനാൽ പലർക്കും പലപ്പോഴും വിഷമങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പറയേണ്ട കാര്യങ്ങളാണ് എങ്കിൽ പറയുന്നവരാണ് ഇവർ എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൃത്യസമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നവർ എന്നതാണ് വാസ്തവം. കാര്യങ്ങൾ വൈകുന്നത് ഇവർക്ക് താല്പര്യമുള്ള കാര്യമല്ല. അതിനാൽ എപ്പോഴും കൃത്യമായ സമയത്ത് തന്നെ കാര്യങ്ങൾ ചെയ്ത് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഇവർ. പലരും ആ കാര്യങ്ങളിൽ ഇവരെ അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രശംസ നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരുന്നതുമാണ്. ദുഃഖം, സന്തോഷം എന്നിവ പെട്ടെന്ന് ബാധിക്കും. ദുഃഖം പെട്ടെന്ന് തന്നെ കടന്നു വരാം. സന്തോഷമാണ് എങ്കിലും പെട്ടെന്ന് തന്നെ ഇവർക്ക് കടന്ന് വരുന്നവരാകുന്നു. ജീവിതത്തിൽ പലപ്പോഴും പലവിധ തിരിച്ചടികൾ ജീവിതത്തിൽ വന്നു ചേരാം. വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും പലപ്പോഴും തിരിച്ചടികൾ നേരിടുന്നവരാണ് ഇവർ. പ്രതീക്ഷിക്കാതെയായിരിക്കും ഈ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇവരെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഇവർക്ക് തിരിച്ചടികൾ നേരിടേണ്ടതായി വരികയാണ് എങ്കിൽ അവർ അതൊരിക്കലും മറക്കില്ല എന്ന കാര്യമാണ്. അത് മരണം വരെ മറക്കാതെ മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നതാണ് അഗ്നി നക്ഷത്രക്കാരുടെ പ്രത്യേകത. അതിനാൽ മുൻപ് നടന്ന കാര്യങ്ങളാണ് എങ്കിൽ പോലും പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ പോലും അത് നിങ്ങളെ ഓർമ്മിപ്പിക്കും അല്ലെങ്കിൽ നിങ്ങളോട് ആ കാര്യം പറയും എന്നതാണ് വാസ്തവം. അമിതമായ ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരുന്നവരാണ്. ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ വളരെയധികം ദുഃഖിപ്പിക്കുന്നതാകാം. അനുകൂലമാകേണ്ടതായ കാര്യങ്ങൾ പോലും അമിതമായ ചിന്തിച്ച് അമിതമായ ചിന്തകളാൽ ആ കാര്യങ്ങൾ നെഗറ്റീവായി തീരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടികൾക്ക് കാരണമായി തീരാം. അതിനാൽ ചിന്തകൾ അനിവാര്യമാണ് എങ്കിൽ പോലും അമിതമായ ചിന്തകൾ നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുമാണ് ഇവർ. എന്നാൽ പലപ്പോഴും ജീവിതത്തിൽ ഇവർ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ പെട്ടെന്ന് ചില കാര്യങ്ങൾ നടക്കണം എന്നില്ല. അത് ഇവരുടെ മനസ്സിന് വളരെയധികം വിഷമങ്ങൾ സമ്മാനിക്കുന്നതായ കാര്യങ്ങളായി മാറാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ആത്മസംയമനം പുലർത്തി തന്നെ ഈ സമയം മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വളരെയധികം ആഗ്രഹങ്ങൾ ഉള്ളവരാണ് ഇവർ. ജീവിതത്തിൽ നിരവധിയാർന്ന ആഗ്രഹങ്ങൾ മനസ്സിൽ വച്ച് പുലർത്തുന്നവരും
ആ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് ഇവർ. എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളും നടക്കും എന്ന് വിചാരിച്ചാൽ പോലും ചില അവസരങ്ങളിൽ നടക്കാത്തതായ സാഹചര്യങ്ങൾ ഇവർക്കുണ്ട്. അതിവരെ വല്ലാതെ തളർത്തുന്നതുമാണ്. വെറുതെ സമയം കളയുക എന്നത് ഇവർക്ക് താല്പര്യമില്ലാത്തതായ സാഹചര്യമാണ്. അത്തരം കാര്യങ്ങൾ ഇവർക്ക് ഇഷ്ടമല്ല. അതിനാൽ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ തന്നെയായിരിക്കും ഇവർ. എടുത്തുചാട്ടം പലപ്പോഴും ഇവർക്ക് വിനയായി തീരും. അത് ധനപരമായോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുവാൻ കാരണമായി തീരാം. അതിനാൽ വളരെയധികം പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. അതിനാൽ എടുത്തുചാട്ടം പാടുള്ളതല്ല. പലപ്പോഴും ചിന്തിക്കുന്നതായ സാഹചര്യത്തിൽ മുൻപ് ആ എടുത്തുചാട്ടം വേണ്ടായിരുന്നു, ആ തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന് പിന്നീട് തോന്നുകയും എന്നാൽ തിരുത്തുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. അതിനാൽ ഏത് കാര്യം വരികയാണ് എങ്കിലും ഉചിതമായ തീരുമാനങ്ങൾ തന്നെ എടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. ആത്മവിശ്വാസമാണ് ഇവരുടെ എടുത്തു പറയേണ്ടതായ മറ്റൊരു മേന്മ. മറ്റുള്ളവരെ വളരെയധികം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും സ്വയം ആത്മവിശ്വാസത്തോടെ ഏത് കാര്യം ചെയ്തു തീർക്കുവാനും പ്രത്യേകമായ കഴിവ് ഉള്ളവർ തന്നെയാണ് ഇവർ. അത് അഗ്നി നക്ഷത്രങ്ങളുടെ ഒരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. എന്നാൽ ചില അവസരങ്ങളിൽ ഈ ആത്മവിശ്വാസമാണ് ഇവരെ എടുത്തുചാട്ടത്തിന് കാരണമാക്കി തീർക്കുന്നത്. അമിതമായ ആത്മവിശ്വാസം. അതിനാൽ അത്തരം കാര്യങ്ങളും നിങ്ങൾ മുൻകൂട്ടി കണ്ട് ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റുള്ളവരെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഇവർ. അത്തരത്തിൽ പലരെയും സഹായിക്കുകയും എന്നാൽ ചില അവസരങ്ങളിൽ ഈ സഹായിച്ചതായ വ്യക്തികൾ മൂലം ഇവർക്ക് ചില തിരിച്ചടികളോ അല്ലെങ്കിൽ മനസ്സിന് വിഷമം നൽകുന്നതായ കാര്യങ്ങളോ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാകുന്നു. അതിനാൽ പലപ്പോഴും മറ്റുള്ളവരെ സഹായിക്കണം എന്ന ചിന്ത വരുമ്പോൾ പോലും അവർ മൂലം തിരിച്ചടികൾ നേരിടുമോ എന്ന് 2 വട്ടം ആലോചിക്കുന്നവരും എന്നാൽ നിങ്ങളുടെ മനസ്സിന്റെ നന്മയാൽ മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ് എന്ന പ്രത്യേകത നിങ്ങൾക്കുണ്ട്. മനസ്സിന് വളരെയധികം നന്മ സൂക്ഷിക്കുന്നു എന്നതും അഗ്നി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാകുന്നു. എന്നാൽ പലപ്പോഴും ഇത് മറ്റുള്ളവർ തിരിച്ചറിയില്ല എന്നതാണ് വാസ്തവം. അവർ പോലും വിചാരിക്കാത്തതായ സഹായങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് വരാം. എന്നാൽ അവർ പോലും പലപ്പോഴും തിരിച്ചറിയണം എന്നില്ല. എന്നാൽ വൈകിയാണ് എങ്കിലും ഏതൊരു വ്യക്തിയും നിങ്ങളെ തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനാൽ ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ അവരെ സഹായിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈശ്വരനായി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല മനസ്സിന് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും.